കാലിക്കറ്റ് എന്ന് വരുന്നവർക്ക് ഭക്ഷണത്തിനെ കുറിച്ച് പറഞ്ഞൊരു 100 സാധനത്തിന്റെ പേര് പറയാനുണ്ടാവും. അപ്പൊ അവിടുത്തെ എല്ലാ ഭക്ഷണവും ഇഷ്ടമാണ് എനിക്ക്. ഈ വോക്കൽ അല്ലെങ്കിൽ പാട്ടിന് മുമ്പ് ഇന്ന ഭക്ഷണം പാടില്ല, അങ്ങനെയൊക്കെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടോ? എനിക്കിപ്പോഴും അതിന്റെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ ആകെ ഫോളോ ചെയ്യുന്നത് കുട്ടിക്കാലം മുതൽ ചെയ്തു വന്ന ചില ശീലങ്ങളാണ്. തണുപ്പ് കഴിക്കണ്ട, പുളി കഴിക്കണ്ട എന്നൊക്കെ ഉള്ളത് പറഞ്ഞു കേട്ടിട്ടും, പിന്നെ നമ്മൾ അച്ഛനും അമ്മയൊക്കെ മത്സരത്തിനൊക്കെ കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുമല്ലോ. പിന്നെ നമ്മൾ യൂസ് പോകുമ്പോൾ നമ്മളും കുറെ അറിയാതെ ശീലിച്ചു പോകുന്ന. സത്യത്തിൽ ചിത്ര ചേച്ചിയൊക്കെ കാണുമ്പോൾ എപ്പോഴും പറയും, നിങ്ങളൊന്നും ഇങ്ങനെ ഒരുപാട് പാമ്പേർഡ് ആവരുത്. ചേച്ചിയൊക്കെ അങ്ങനെയായിരുന്നു, പല കാര്യങ്ങളും റെസ്ട്രിക്ട് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ വേഗം അഫക്റ്റഡ് ആവും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു തരാറുണ്ട്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ മാതിരി ശീലങ്ങൾ തുടർന്ന് കൊണ്ടുപോകണം, അത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ ഓണം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കാണുമ്പോൾ അയ്യോ പണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലമൊന്നും ഇവർക്കില്ലല്ലോ അങ്ങനെ തോന്നാറുണ്ട്. പ്രത്യേകിച്ചും എറണാകുളം ആലുവയിലൊക്കെയാണ് കൂടുതലും താമസിക്കുന്നത്. അപ്പൊ അവിടുത്തെ ഒരു ഫ്ലാറ്റ് കൾച്ചറാണ് കൂടുതൽ. ഇല്ല ചേച്ചി, ഒരു ഫ്ലാറ്റിലേക്കൊക്കെ ഇപ്പൊ ഞാനും ഫ്ലാറ്റിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു നമ്മള് ഐഡിയൽ ആയിട്ട് കണ്ടിരുന്ന ആ നല്ലൊരു ഓണം എന്നൊക്കെ പറയുന്ന ആ ഒരു കാലമൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽക്കേ മാറി തുടങ്ങിയിരുന്നു. അപ്പം അങ്ങനെ പറയാൻ അറിയില്ല. പിന്നെ ഓണം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ജനറേഷനും അവരുടെ കാലം എന്ന് പറഞ്ഞ കുട്ടിക്കാലം വളരെ പ്രഷ്യസ് ആണല്ലോ. ഇപ്പൊ ഉള്ള കുട്ടികൾക്കും നാളെ അവരുടെ കുട്ടിക്കാലം ഭയങ്കര സ്പെഷ്യലും ഇമ്പോർട്ടന്റും ആയിരിക്കും. ഈവൻ ഏറ്റവും കൂടുതൽ അവര് മെമ്മറൈസ് ചെയ്യുന്നത് ഇത് തന്നെ ആയിരിക്കും. ഉറപ്പായിട്ടും. അപ്പൊ അങ്ങനെ നമ്മൾ പറയണതിൽ അർത്ഥമില്ല തോന്നുന്നു. പിന്നെ അവരുടെ ഓണവും കുട്ടിക്കാലം കാണുമ്പോൾ നമ്മൾക്ക് ആ ഒരു സമയം കഴിഞ്ഞു പോയല്ലോ എന്നുള്ള ഒരു കാര്യവും ഇല്ലാത്ത ഒരു സങ്കടം വരും. അത്രേ ഉള്ളൂ. എന്തായാലും നമ്മുടെ കഴിഞ്ഞ സമയം എന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് ലോസ് ഫോർ എവർ. പക്ഷെ ഓർമ്മകളിൽ ഉണ്ടാവും ചെയ്യുമല്ലോ. അങ്ങനെ കൊൽക്കത്തയിൽ പോകുമ്പോൾ പല സ്റ്റേറ്റിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാർ വരുന്നു അല്ലെ? അത് എങ്ങനെയാണ് ആ ഒരു അത് വളരെ രസമുള്ള ഒരു കാര്യമാണ്. കാരണം കൊൽക്കത്തയിലെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ആർട്ടിനെയും ആർട്ടിസ്റ്റുകളെയൊക്കെ അവരെ കാണുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു ഉയരത്തിലാണ്. അവിടുത്തെ ഫെസ്റ്റിവൽസ് ആണെങ്കിലും മ്യൂസിക്കൽ ഫെസ്റ്റിവൽസ്, പിന്നെ നമുക്ക് എല്ലാ സ്ഥലത്തും കല ഉണ്ട് അവിടെ. ഇപ്പൊ നമ്മള് ഡോക്ടർ ആണെങ്കിലും അഡ്വക്കേറ്റ് ആണെങ്കിലും ഒക്കെ ബോർഡ് എഴുതി വെക്കില്ലേ, അതേപോലെ തന്നെ ആർട്ടിസ്റ്റ് ആണെന്നുള്ളത് അവർ എഴുതി വെക്കാൻ അവർ അങ്ങനെ അഭിമാനത്തോടെ കാണുന്ന ആളുകളാണ്. അപ്പം അതിന്റെ ഒരു പ്രത്യേകത അവിടെ പഠിക്കുമ്പോൾ എനിക്ക് ഏറ്റവും തോന്നിയിട്ടുള്ളത്, ചേച്ചി പറഞ്ഞ മാതിരി പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. എനിക്കറിയാം, ബംഗളാന്ന് പറഞ്ഞാൽ തന്നെ അവിടെ മ്യൂസിക് ആയാലും സിനിമയായാലും റിച്ചാണ്, ലിറ്ററേച്ചറും ഒക്കെ കൊണ്ട് ഭയങ്കര റിച്ചാണ്. അപ്പം അത്തരം ഡിസ്കഷൻസും പിന്നെ എന്താ പറയാ, ഭയങ്കരമായിട്ടുള്ള ഹിസ്റ്ററി ഉള്ള ഒരു സ്ഥലമല്ലേ അത്. അപ്പം അതിന്റെ ബാക്കി അവിടെയൊക്കെ ഉണ്ട് എല്ലാം. ഞാനിപ്പോൾ അവിടുത്തെ എല്ലാ മ്യൂസിയംസും ഒക്കെ കാണാൻ പോയിട്ടുണ്ട്. അവിടുത്തെ ഡൊവർലൈൻ മ്യൂസിക് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ വളരെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ മ്യൂസിക് ഫെസ്റ്റിവൽസിൽ ഒന്നാണ്. അത് കാണാൻ പോയിട്ടുണ്ട്. അപ്പം ഇത്തരം കൾച്ചറൽ ഇന്ററാക്ഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ കുട്ടികളായിട്ട് അവർ മ്യൂസിക്കിന് പഠിക്കുന്ന രീതിയും ഒക്കെ സൗത്ത് നിന്ന് വേറെ ആരും ഇല്ല ഇപ്പൊ എൻ്റെ ഒരു ബാച്ചിൽ. നോർത്തിൽ നിന്ന് തന്നെ ഉത്തർപ്രദേശിൽ നിന്നുണ്ട്, ബീഹാറിൽ നിന്നുണ്ട്, പിന്നെ കുറച്ചുപേര് നേപ്പാളിൽ നിന്ന് വരുന്നവരുണ്ട്. അപ്പം നല്ലൊരു എന്താ പറയുക, കൊൽക്കത്ത എന്ന് പറയാൻ തന്നെ ഷോപ്പിംഗിന്റെ അതേപോലെ തന്നെ ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ്സും പിന്നെ നമ്മളുടെ ഈ ടെറക്കോട്ട ഇതാണെങ്കിലും അങ്ങനത്തെ കുറെ ഐറ്റംസ്. ഷോപ്പിങ്ങിന് കാശ് കളയാറുണ്ടോ? ഷോപ്പിങ്ങിന് സത്യത്തിൽ അവിടെ കാശ് അങ്ങനെ ചെലവാക്കേണ്ടി വരാറില്ല. കുറച്ച് കാശുണ്ടെങ്കിൽ കുറെ ഷോപ്പ് ചെയ്യാം. അങ്ങനെ അതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ചില ബുക്സ് വാങ്ങാറുണ്ട്, മ്യൂസിക്കിന്റെ CDs അങ്ങനെയൊക്കെ. സ്റ്റേജ് ഷോ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു പാട്ട് കഴിഞ്ഞു, 2 പാട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു 3-4 പാട്ട് കഴിഞ്ഞു. പക്ഷേ സ്റ്റേജ് ഷോയിൽ നമ്മൾ വരുമ്പോൾ എപ്പോഴും നമ്മുടെ കൂടെ ലെജൻസും കാണും. ഇപ്പൊ ചിത്ര ചേച്ചി അല്ലെങ്കിൽ സുജാത ചേച്ചി, ദാസേട്ടൻ. അപ്പം എത്രത്തോളം സ്റ്റേജ് ഷോ ഒരു ടെൻഷൻ ഉണ്ടാക്കും സിത്താരയ്ക്ക്? സ്റ്റേജ് ഷോസ് എപ്പോഴും ഭയങ്കര എന്താ പറയുക, നമ്മൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അത്രയും ആളുകളുടെ മുമ്പിലാണ്, നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ വല്ലാത്തൊരു പ്രഷർ ഉണ്ടായിരിക്കും. ഈ എന്താ പറയുക, ഈ കോമ്പറ്റീഷൻസിൽ പങ്കെടുത്തത് ഒരു പരിധി വരെ അത്തരം പ്രഷറിനെയൊക്കെ ഒരു പരിധി വരെയെങ്കിലും. എപ്പോഴെങ്കിലും വരികളൊക്കെ മറന്നു പോയിട്ടുണ്ടോ? പുസ്തകം വെക്കാണ്ട് ഡിപ്പെൻഡഡ് ആണ് ഞാൻ. പുസ്തകം ഇല്ലാണ്ട് പാടാൻ എനിക്ക് പ്രയാസം. ഈവൻ നല്ലോണം ബൈഹാർട്ടായ സോങ്സ് പോലും ഒരു ധൈര്യത്തിന് ബുക്ക് ഞാൻ അവിടെ വയ്ക്കും, അതുണ്ടാവും. അപ്പൊ അതുകൊണ്ട് വരികൾ അങ്ങനെ അധികം. പിന്നെന്താ വെച്ചാൽ BGMs ശ്രദ്ധിക്കണം, ഏറ്റവും ശ്രദ്ധയോടുകൂടി നിൽക്കും. കാരണം അത് ഒറ്റ തവണ മാത്രം സംഭവിക്കണം എന്നാണല്ലോ ലൈവ് ഷോസ് എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോ ഫീഡ്ബാക്കും അപ്പൊ തന്നെ അറിയാം, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും. അപ്പൊ ഞാനൊക്കെ സ്വപ്നം പോലെ കരുതിയിരുന്നു, ഞാനല്ല എൻ്റെ ഒരു ഫാമിലി മുഴുവൻ സ്വപ്നം പോലെ കരുതിയിരുന്ന കാര്യങ്ങളാണ് യേശുദാസ് സാറിനെയും ചിത്ര ചേച്ചി കാണാന്നൊക്കെ ഉള്ളത്. അപ്പം അവരോടൊപ്പം ഒക്കെ സ്റ്റേജിൽ ഷെയർ ചെയ്യാൻ പറ്റുക, പാടാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ ആ സമയമൊക്കെ
ഓരോ പാടുന്ന ഓരോ വരിയും പ്രാർത്ഥനയോടെ കൂടിയാണ് പാടാറ് അങ്ങനെ. ഇതിനിടയ്ക്ക് എവിടെയും ഞാൻ FB-യിൽ കണ്ട ഒരു പ്രാവശ്യം കോൺസേർട്ടിനെ കുറിച്ച് കൊച്ചിയിൽ ചെയ്ത അല്ലെ, എത്രത്തോളം അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് വൈസ് അങ്ങനെയൊക്കെ മ്യൂസിക് എത്രത്തോളം സപ്പോർട്ടീവാണ് അങ്ങനെ സിതാരയ്ക്ക് തോന്നിയിട്ടുണ്ടോ? മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഞാൻ സജീഷുമായിട്ട് എപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ പ്രൂഫുകളൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. എങ്കിൽ പോലും നമുക്ക് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഭയങ്കര നമുക്കൊരു സമാധാനവും ഒക്കെ തരുന്നതാണല്ലോ. ഏത് രോഗങ്ങളെ സംബന്ധിച്ചിട്ടും ആളുകളുടെ ഒരു മെന്റലി അവർ വളരെ പീസ്ഫുൾ ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ രീതിയിൽ എന്തായാലും അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് മെഡിക്കലായിട്ടുള്ള ആ രീതിയിലുള്ള അവരുടെ ട്രീറ്റ്മെൻറ്റിനെ സഹായിക്കാൻ നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിന് സമാധാനമായി വെക്കാൻ മ്യൂസിക്കിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ അവരൊരു സാന്ത്വനം പറഞ്ഞിട്ട് ബിനാലെയായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു ഇത് നടത്തുന്നുണ്ട്. അപ്പൊ അവിടെയാണ് ഞാൻ പോയി പാടിയത്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ വിചാരിക്കും ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിൽ പോയിട്ട് പാടുന്ന എത്രമാത്രം ഔചിത്യമുള്ളൊരു കാര്യമാണെന്ന് പോലും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കാരണം പലതരം വേദനകളും ബുദ്ധിമുട്ടുകളായിട്ട് വരുന്ന ആളുകളുടെ ഇടയിൽ നമ്മളിങ്ങനെ പോയി സംഗീതം എന്ന് പറയുമ്പോൾ ആദ്യം സന്തോഷമാണല്ലോ. അപ്പൊ എന്റെ മാനസികാവസ്ഥയേക്കാൾ കൂടുതൽ ഞാൻ ആലോചിക്കുന്നത് അവിടെ ഉള്ളവർ ഇതിനെ എങ്ങനെ കാണുന്നുള്ളതായിരുന്നു. പക്ഷെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു റെസ്പോൺസും ചേഞ്ചും ഒക്കെ എനിക്ക് തോന്നി. ആളുകളും ചോദിച്ചു എങ്ങനെ നിങ്ങളൊക്കെ എങ്ങനെ ഇതിൻ്റെ ഇടയിൽ പോയിട്ട് പാട്ട് പാടാൻ നിങ്ങൾക്ക് എങ്ങനെയാ പറ്റുക എന്ന് ചോദിക്കും. അത് അങ്ങനെയല്ലായിരുന്നു സത്യത്തിൽ. അവിടെ ചെന്ന് പാടി കഴിഞ്ഞപ്പോഴാണ് അറിയണേ, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് വിഷമത്തിൽ വരികയും എന്നാൽ കുറേ ആളുകൾ സന്തോഷത്തോടെ തിരിച്ചു പോവുകയും അങ്ങനത്തെ ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ അവിടെ ആ പ്രസൻസ് നല്ലതായിട്ടാണ് എൻ്റെ ഒരു അനുഭവത്തിന് തോന്നിയത്. തെലുങ്കിലും പാടിയിട്ടുണ്ട്. എങ്ങനെ ആ വരികളൊക്കെ എങ്ങനെ മലയാളത്തിൽ എഴുതി വെച്ചോ? അത് മലയാളത്തിൽ കന്നഡയും തെലുങ്കും തമിഴും ഒക്കെ മലയാളത്തിൽ എഴുതിയിട്ട് തന്നെയാണ് പാടിയായിരുന്നത്. പിന്നെ അവര് ഹെൽപ്പ് ചെയ്യും നല്ലോണം. കഴിയുന്നതും വാക്കുകൾ അവർ പറയണ പോലെ മിമിക് ചെയ്യാൻ ശ്രമിക്കും. വെരി ഇമ്പോർട്ടന്റ്. അതെ അതെ, എല്ലാ ഭാഷയ്ക്കും ആ ഒരു റെസ്പെക്ട് കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പം പരമാവധി ലിറിസിസ്റ്റുകൾ വരും. നമ്മൾ പുറത്തെ ഭാഷയിലുള്ള ആളുകളായതുകൊണ്ട് തന്നെ അവർ എക്സ്ട്രാ കെയർ എടുക്കും നമ്മൾ പാടുമ്പോൾ. അതർ ലാംഗ്വേജ് നമ്മൾ പറഞ്ഞു അത് ടച്ച് ചെയ്യാതെ പോണ്ട. അപ്പൊ ഒരു കന്നഡ 2 വരി പാടാം. ആദ്യം പാടിയ പാട്ടിന്റെ പാടാം. മಳೆ ಬಂದಾಗ ಸೋರದ ಮನೆ ಗಂಡು ಹೆಣ್ಣಿಗೆ ಇದುವೇ ಅರಮನೆ ಸೋರುವ ಸೂರನು ಸರಿ ಮಾಡ ಹೊರಟರು ಅರಿವಿಲ್ಲದೆ ಬೆರೆತು ಒಂದಾಗಿ ನಡೆದರು ಮಳೆ ಬಂದಾಗ ಸೋರದ ಮನೆ. അങ്ങനെ പോണ പാട്ട്. റിയാലിറ്റി ഷോസിനൊക്കെ എത്രത്തോളം സിതാര ഒക്കെ പാടിയ സമയത്ത് എങ്ങനെയാ സിതാരയ്ക്ക് ആ ഒരു പ്രിപ്പറേഷൻ അന്നത്തെ കാലത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ ഒരു ഫോർമാറ്റിലേക്ക് മാറിയിട്ടില്ല. വെരി ട്രൂ. കാര്യം അന്ന് കുറച്ചുകൂടെ റോ ആയിരുന്നു. പെർഫോമൻസിനൊന്നും അന്ന് അത്ര പ്രാധാന്യം ഇല്ല. പാട്ട് തന്നെയായിരുന്നു പ്രധാനമായിട്ടും, വിഷ്വലിലാണെങ്കിൽ കൂടി. എന്നാലും ഇപ്പം നമ്മൾ പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ എന്തിനു വേണ്ടി ചെയ്യണതാണെങ്കിലും ശരി, ഒരു കാരണവും ഇല്ലാണ്ട് നമുക്ക് പ്രാക്ടീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം. പക്ഷെ ഇനിയിപ്പം മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും അത് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഗുണം ചെയ്യുന്ന ഞാൻ വിചാരിക്കണേ. അത് ഇപ്പോഴും അതേപോലെ തന്നെ. അന്ന് പ്രാക്ടീസ് ചെയ്ത് അന്ന് നമ്മൾ ഒരുപാട് പാട്ടുകൾ കേൾക്കും. ഒരു പാട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ 1000 പാട്ടൊക്കെ കേട്ടിട്ടായിരിക്കും. അങ്ങനെ കേട്ട പാട്ടുകൾ, സിതാര അതിശയിപ്പിച്ച പാട്ടുകൾ ആരുടെയാണ്? കുറേ ഉണ്ട്. സുശീലാമ്മയുടെ തമിഴ് പാട്ടുകളൊക്കെ ഒരുപാട് കളക്ഷൻസ് കേൾക്കാൻ ഒരു കാരണം മത്സരമായിരുന്നു. പഴയ തമിഴ് പാട്ടുകളൊക്കെ. അങ്ങനെ നമുക്ക് ആ പഴയ 2 വരി പാടിയല്ലോ. മന്നവൻ വന്നാനടി തോഴി മഞ്ചത്തിലേ ഇരുന്ന് നെഞ്ചത്തിലേ അമർന്ന് മന്നവൻ വന്നാനടി തോഴി. ഇത്രയും പഠിക്കുമ്പോൾ എത്രത്തോളം ടൈം മാനേജ്മെന്റ്, എങ്ങനെയാണ് ഇത്രയും പാട്ടുകൾ പഠിച്ച് ആ ഒരു ഗ്രൂമിങ് സെഷൻ, ആ ഒരു ട്രാവൽ എന്ന് പറഞ്ഞാൽ ഒന്ന് മത്സരകാലമാണോ? അതെ, മത്സരകാലം. ആ സമയത്ത് നമ്മൾ പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും. നല്ല പാട്ടുകൾ കേൾക്കുക. കുറേ പാട്ടുകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പഠിക്കാനുള്ള പാട്ടൊക്കെ മറന്നിങ്ങനെ കേട്ടിരിക്കും പാട്ടുകൾ. പിന്നെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും അതൊരു ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആവാനുള്ള ശ്രമമാണല്ലോ എല്ലാവരും ചെയ്യുക. നമ്മൾ പ്രാക്ടീസിന്റെ സമയത്ത് നമ്മൾ തെറ്റുകൾ പറ്റിക്കും. അതാണ് തെറ്റുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട നന്മ എന്ന് പറയുന്നത്. അത് കറക്റ്റ് ചെയ്യാനും ആൾക്കാരുണ്ട്. അതെ അതെ. പെർഫോമൻസിന് സ്ഥലമാകുമ്പോഴേക്കും നമ്മൾ അതിനെയൊക്കെ പോളിഷ് ചെയ്ത് പരമാവധി നമ്മളുടെ പറ്റുന്ന രീതിയിലേക്കൊക്കെ ഇതിനെ മാറ്റിയെടുക്കും. അപ്പം അത് സ്റ്റേജിൽ തരുന്നൊരു ആത്മവിശ്വാസം, പാടാൻ തരുന്നൊരു ആത്മവിശ്വാസം ഒക്കെ വളരെ വലുതാണ്. പിന്നെ നമ്മൾ അന്ന് ജഡ്ജ് ചെയ്യാനുണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അവരവരുടെ എത്രയോ കൊല്ലത്തെ എക്സ്പീരിയൻസ് ആണ് 1-2 കമന്റ്സ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്.
അത് വലിയൊരു ഗുണമാണ്. ഇപ്പൊ എല്ലാത്തിനും നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ടെങ്കിൽ അതിന്റെ പോസിറ്റീവ്സിനെ കൺസിഡർ ചെയ്താൽ അത് കൂടുതൽ തന്നെയാണ്. പിന്നെ നമ്മളുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി ഇതെന്നൊക്കെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്. സിത്താരയുടെ ഒരു ഫോക്ക് സോങ്ങിനും സിത്താരയ്ക്ക് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടുപേര് ഏതെങ്കിലും ഒരു പാട്ട്. ഞാനിപ്പോ ഏനുണ്ടോടി പറഞ്ഞ പാട്ട് പാടാൻ കാരണമാവുന്നതും പിന്നെ ഒരുപാട് ആൾക്കാർ നല്ല പോസിറ്റീവ് റെസ്പോൺസ് തന്നൊരു കാര്യം, രാജസ്ഥാനി ഫോക്ക് സോങ് പാടിയിരുന്നു ഞാൻ ഇടയ്ക്ക്. അത് പാടാം. ലവാർ ജിവിടാരേ ലവിടാ ലവാർ ജിവിടാരേ मन धारो रे जिविडेरो मन धारो रे जिविडे धारो रे जिविडेरो रे दीजो कोनी रे लवार जिविडारे लवार जिविडारे लविडा लवार जिविडारे. പെർഫോം ചെയ്യാൻ പറ്റിയ പാട്ട്, ഒരു ഗ്രൂപ്പ് നർത്തകിമാരിൽ നിന്ന് ഇങ്ങനെ പിക്ചറൈസ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ പാട്ട് പാടുമ്പോൾ. സിനിമയൊക്കെ കാണാറുണ്ടോ സിത്താര? കാണാറുണ്ട്, എപ്പോഴും പോകാറുണ്ട്. ഫേവറേറ്റ് ആക്ടേഴ്സ് ആക്ട്രസ് എന്നൊക്കെ പറഞ്ഞാലൊക്കെ ആരൊക്കെ ആയിരിക്കും? എല്ലാവരും ഇഷ്ടമാണ്. കമൽഹാസൻ സാറിന് ഇഷ്ടമാണ് ഭയങ്കര. പിന്നെ ഓഫ് കോഴ്സ് മമ്മൂട്ടി സാറിൻ്റെയും മോഹൻലാൽ സാറിൻ്റെയും ഭയങ്കര ഫാൻസാണ് ഞാൻ. ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് പറഞ്ഞൊരു ഉത്തരമല്ല, ഇപ്പോഴും എനിക്ക് അതാ ഞാൻ ചോദിക്കേണ്ട ചോദ്യം ഇങ്ങോട്ട് തന്നെ പറഞ്ഞു. അതെ എപ്പോഴും ചോദിക്കും. അതെ, ഇപ്പം ലാൽ സാറിന്റെ ഒക്കെ ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഭയങ്കര ഗൂസ് ബംസ് അടിക്കും. മമ്മൂട്ടി സാറിന്റെ സിനിമകൾ കാണുമ്പോൾ ഞാൻ സത്യത്തിൽ ഒരു ഡൈ ഹാർട്ട് ഫാനാണ്. ഒരു തിയേറ്ററിലൊക്കെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാല് വിസിലടിച്ച് കൈയടിച്ച് കാണാൻ ഇഷ്ടമുള്ള ആളാണ്. പുള്ളി സ്ക്രീനിലേക്ക് വരുമ്പോ അല്ല നമ്മൾ വിചാരിക്കും സിത്താര പാവം കുട്ടി ഇങ്ങനെ നിന്ന് കാര്യം എപ്പോഴാണ് വിസിലടിച്ച് സിനിമ കാണാന്ന് പറഞ്ഞത്. അങ്ങനെ സിനിമകൾ കാണാറുണ്ട്. പിന്നെ പുറത്തുനിന്നുള്ള സിനിമകളൊക്കെ തന്നെ സജീഷ് നല്ലോണം ക്ലാസിക്സ് ഒക്കെ കാണുന്ന ആളാണ്. അപ്പം ആ കളക്ഷൻസ് ഒക്കെ കൂടി ഇരുന്നിട്ട് ഞാനും സമയം കിട്ടുമ്പോൾ കാണും. ഇനി വളരെ ദിവസങ്ങളേ ഉള്ളൂ തിരുവോണം ഒക്കെ പറയുന്നത്. ഇത്തവണത്തെ ഓണം എവിടെയായിരിക്കും? ഇത്തവണത്തെ ഓണം എനിക്ക് തോന്നുന്നത് മിക്കവാറും വീട്ടിൽ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീണ്ടും സന്തോഷപ്രദമായ സ്നേഹത്തോടെയുള്ള ഹാപ്പി 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 ചേച്ചിക്കും ഫാമിലിക്കും എൻ്റെ എല്ലാവിധ വിഷസും ആൻഡ് ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്.